കൊച്ചി നഗരത്തിൽ ആർക്കും ലഭ്യമാകുന്ന രീതിയിൽ ലഹരി വിൽപ്പന തകൃതിയായി നടക്കുന്നു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സുലഭമായും സുരക്ഷിതമായും വിൽക്കുന്നത് സ്കൂളുകളുടെയും കോളേജുകളുടെയും സമീപത്താണെന്നത് നമ്മെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നു. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. കൊച്ചി നഗരത്തിലെ ലഹരി കച്ചവടത്തിൻ്റെ ഭീകരത അധികാരികളിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ തുറന്നു കാട്ടുകയാണ്. ഇത് കൊച്ചിയാണ്, പഴയ കൊച്ചിയല്ല. 24 എക്സ്ക്ലൂസീവ്. ലഹരിക്കെതിരായി താഴെത്തട്ടിൽ പോലും വലിയ പരിശോധനകൾ നടക്കുന്നുവെന്ന് സംസ്ഥാന എക്സൈസ് വകുപ്പ് അവകാശപ്പെടുമ്പോഴാണ് കൊച്ചി നഗരത്തിൽ വിദ്യാലയങ്ങൾക്ക് സമീപം വരെ നിരോധിത ലഹരി വസ്തുക്കൾ ഒരു മറയുമില്ലാതെ എല്ലാവർക്കും ലഭ്യമാകുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മുതൽ മാരക ലഹരി വരെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഇപ്പോൾ ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന കാക്കനാട് കേന്ദ്രീകരിച്ചാണ്. സ്കൂളുകൾക്ക് മുന്നിൽ കൂണുകൾ പോലെ പൊട്ടിമുളച്ച പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ആർക്കും ലഭിക്കും. ഭാരത് മാതാ കോളേജും തൊട്ടടുത്ത് ഒന്നിലധികം സ്കൂളുകളുമുള്ള പ്രദേശത്തെ ഒരു കടയിലേക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ചോദിച്ച് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഞങ്ങൾ ചെന്നു. തൃക്കാക്കര ക്ഷേത്രത്തിന് സമീപത്ത് ലോട്ടറി വിൽപ്പനയുടെ മറവിലാണ് രണ്ടാമത്തെ വിൽപ്പന കേന്ദ്രം. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെയും പരിചയത്തിന്റെ ആവശ്യമില്ല, പൈസ കൊടുത്തു. ദേശീയപാത ബൈപ്പാസിൽ വെണ്ണലയ്ക്ക് സമീപം മൂർഖാൻ കച്ചവടം എന്ന പേരിൽ വിൽപ്പനയ്ക്കിരിക്കുന്നവർ എല്ലാവരും തന്നെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ ഏജന്റുമാരാണ്. യാതൊരു പേടിയുമില്ലാത്ത ബലമില്ലാത്ത ലഹരി വിൽപ്പന നിയമത്തെ നോക്കി പല്ലിളിച്ചുകൊണ്ടാണ് ദേശീയപാത ബൈപ്പാസിലെ കച്ചവടം. തെളിവിനായി വാങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങളെല്ലാം പൂർണ്ണമായും നശിപ്പിച്ച ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്. എക്സൈസും പോലീസും എല്ലാ ദിവസവും പലതവണ പോകുന്ന സ്ഥലങ്ങളിലാണ് വർഷം മുഴുവൻ അമിത ലാഭത്തിന് വേണ്ടി ഈ കച്ചവടം നടക്കുന്നത്. ക്യാൻസർ ഉൾപ്പെടുന്ന മഹാരോഗങ്ങൾ ആളുകൾക്ക് സമ്മാനിക്കുന്ന ഈ ലഹരി കച്ചവടം കാണാൻ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് ശേഷിയില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കണമെങ്കിൽ അത് താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. സ്കൂൾ കുട്ടികൾക്കടക്കം സുലഭമായി കൊച്ചി നഗരത്തിൽ ലഹരി വസ്തുക്കൾ ലഭിക്കുന്നത് ഒട്ടും ഗുണകരമാകില്ല. ടീം 24 കൊച്ചി.